ബിജെപിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ നിർവഹിക്കുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തി. അദ്ദേഹത്തെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് രാവിലെ 11 മണിക്കാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുക. ബിനിൽ ലീല സാബു ചേർന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ബിനിലെ, ഗുഡ് മോർണിംഗ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? സേതു, ഗുഡ് മോർണിംഗ്. വലിയ ആഡംബര ഓഫീസാണ് BJPക്കുള്ളത്. സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ ഓഫീസ്. നേരത്തെ അതിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ, അതായത് അവർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ അവിടെ ഓഫീസുണ്ട്, മുറിയുണ്ട്. ആ തരത്തിലുള്ള പ്രചാരണങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ നേതൃത്വം വന്നപ്പോൾ അതെല്ലാം തള്ളുന്നുണ്ടെങ്കിലും എല്ലാ നേതാക്കൾക്കും വിശ്രമിക്കാൻ ഉൾപ്പെടെയുള്ള വലിയ സൗകര്യങ്ങളുള്ള ഓഫീസാണ് ഇന്ന് സംസ്ഥാന ഓഫീസായി BJPയുടേതായി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇന്നലെ അമിത്ഷാ രാത്രിയിൽ എത്തി. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്യും. ശേഷം അവിടെ ഒരു ചെമ്പകത്തൈ അവിടെ നടുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഒരു പൊതുസമ്മേളനം നടത്തുന്നുണ്ട്. നമുക്കറിയാം, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അത് വലിയ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് എല്ലാ മുന്നണികൾക്കും. പ്രത്യേകിച്ച് UDFന് വലിയ ബാലികേറാമല, അല്ലെങ്കിൽ ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതിൽ വോട്ട് വർധനയും ചില സീറ്റുകൾ ജയിക്കാനൊക്കെയുള്ള വലിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ വലിയ മുന്നൊരുക്കങ്ങളൊക്കെ BJP നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി വലിയൊരു പൊതുസമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട്. BJPയുടെ 14 ജില്ലകളിൽ നിന്ന് പ്രതിനിധികൾ ആ യോഗത്തിൽ അല്ലെങ്കിൽ ആ പൊതുയോഗത്തിൽ പങ്കെടുക്കും. പുത്തിരിക്കണ്ടം മൈതാനത്താണ് ആ പൊതുയോഗം തീരുമാനിച്ചിട്ടുള്ളത്. 11:30ക്കാണ് ആ പൊതുയോഗം ഉള്ളത്. അവിടെ 36,000 പേരെ പങ്കെടുപ്പിച്ച് വലിയ ഒരു പരിപാടി നടത്താൻ തന്നെയാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം, ഇന്നലെ BJPയുടെ പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക വന്നിരുന്നു. അതിനുശേഷം വലിയ കോലാഹലമുണ്ടായി, വലിയ അടി BJPയിൽ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അദ്ദേഹം ഒരു ഗ്രൂപ്പായി മാറുന്നു. ഗ്രൂപ്പുകൾക്ക് അതീതനായി, ഗ്രൂപ്പില്ലാതെ മുന്നോട്ട് പോകും. ഇവിടെ BJP എന്ന ഒറ്റ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം വലിയ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് സംസ്ഥാന നേതൃയോഗത്തിൽ KS അടക്കം ഒഴിവാക്കുന്നു. അതിനുശേഷം ചേർന്ന യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ വലിയ അമർഷങ്ങൾ, അദ്ദേഹത്തിനെതിരെ പ്രത്യേകിച്ച് ഗ്രൂപ്പായി പ്രവർത്തിക്കുന്ന തുടങ്ങിയ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇന്നലെ സംസ്ഥാന ഭാരവാഹി പട്ടിക വന്നത്. അതിൽ V മുരളീധരൻ പക്ഷത്തെ പൂർണ്ണമായും വെട്ടിയൊതുക്കിയ നിലയിലാണ് ആ പട്ടിക വന്നത്. അതിനുശേഷം ശിവശങ്കർ, അവരുടെ വക്താവായിരുന്നു, അദ്ദേഹം ഗ്രൂപ്പിൽ നിന്ന്, വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആകുന്നു. തുടർന്ന് ഇന്ന് ഒരു സംസ്ഥാന പുതിയ ഭാരവാഹി യോഗം ഇന്ന് ചേരുന്നുണ്ട്. അമിത്ഷാ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ നിലവിൽ 4 പേരാണ് V മുരളീധരൻ പക്ഷത്തു നിന്നുള്ളത്. അവർ അമർഷം അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഇക്കാര്യങ്ങളൊക്കെ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. രാവിലെ 11 മണിക്കാണ് ഓഫീസിന്റെ ഉദ്ഘാടനം. അതിനുശേഷം പൊതുയോഗം നടക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഭാരവാഹി യോഗം നടക്കുക. സേതു. ഓക്കെ ബിനിൽ, ശരി. ഇപ്പോൾ BJPയുടെ പുതിയ ഓഫീസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനിൽ ലീല സാബു.